ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സീരീസിലെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മാങ്ങാ പച്ചടിയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു മാങ്ങാ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാ പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. നമ്മൾ വെള്ളരിക്കയൊക്കെ പച്ചടിക്ക് വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കി എടുക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ മാങ്ങ മുഴുവനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. അപ്പം മാങ്ങ ആയതുകൊണ്ട് തന്നെ മാങ്ങ പെട്ടെന്ന് വെന്ത് വന്നോളും. അതുകൊണ്ട് തന്നെ മാങ്ങ വെന്ത് വരാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ മാങ്ങയൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 3 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കടുവും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഈ തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. തൈര് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങാ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും സദ്യയുടെ കൂടെ മാങ്ങാ പച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.